മലപ്പുറം നഗരത്തിൽ കക്കൂസ് മാലിന്യം തള്ളാനെത്തിയവരെ തടയാൻ ശ്രമിച്ച യുവാക്കളെ ലോറി ഇടിച്ച് അപായപ്പെടുത്താൻ ശ്രമം. തലനാരിഴക്കാണ് യുവാക്കൾ രക്ഷപ്പെട്ടത്. മലപ്പുറം മച്ചിങ്ങൽ ഭാഗത്ത് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സംഭവം. ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന്. പന്ത്രണ്ടാം തീയതി പുലർച്ചെ 4 മണി 4:30 കൂടിയിട്ടായിരുന്നു. നമ്മൾ കോണമ്പാറ സ്ക്രീനിൽ കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുന്നുമ്മൽ പോണ വഴിക്ക് ടാങ്കർ നിർത്തിയിട്ട് ടോയ്ലറ്റ് വേസ്റ്റ് തട്ടണ കണ്ടപ്പോൾ ഞങ്ങൾ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തിട്ട് മുന്നിൽ ഇറങ്ങിയപ്പോൾ ഒരു ഇടിച്ച് തെറിപ്പിക്കാൻ നോക്കിയവർ അങ്ങനെ പോയി. ഒരു കടന്നു പിന്നാലെ പോയിട്ടും അവരെ പിടിക്കാൻ പറ്റിയില്ല. പിന്നെ അതിനെ തുടർന്ന് ചെയർമാനെ വന്ന് കണ്ടു, പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു നടപടി എടുത്തിട്ടുണ്ട്. ജംഷീർ കൊടിഞ്ഞ് വിശദാംശങ്ങൾ നൽകും. ജംഷീർ, റോഡിൽ തന്നെ ഈ മാലിന്യം തള്ളാനുള്ള പരിപാടിയിലായിരുന്നു അവർ എന്നാണോ മനസ്സിലാകുന്നത്? ഈ അക്രമങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? സൈഫു, ഇപ്പോൾ ഈ പോലീസ് കൃത്യമായി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഈ ലോറി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ ലോറി കണ്ടെത്തിയിട്ടുണ്ട്. ഈ ലോറി ഇപ്പോൾ മലപ്പുറം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇത് പെരിന്തൽമണ്ണ സ്വദേശികളുടെ ലോറിയാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഈ ലോറി സമാനമായ രീതിയിൽ വ്യാപകമായി ഇത്തരത്തിൽ പലയിടങ്ങളിലും കക്കൂസ് മാലിന്യം തള്ളുന്നു. അതുപോലെ മലപ്പുറം നഗരത്തിൻ്റെ തന്നെ പല പ്രദേശങ്ങളിലും കക്കൂസ് മാലിന്യം തള്ളുന്നു എന്നുള്ള പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ കളി കാണാനെത്തിയ യുവാക്കളാണ് ഇത്തരത്തിൽ ഒരു ടാങ്കർ ലോറി വളരെ അപ്രതീക്ഷിതമായി ഈ മച്ചിങ്ങൽ ബൈപ്പാസിന് സമീപമുള്ള പാടത്തിനോട് ചേർന്ന് നിൽക്കുന്നത് കണ്ടത്. ഈ യുവാക്കൾ അടുത്തെത്തിയപ്പോഴാണ് അതിൻ്റെ ഈ വാഹനത്തിൻ്റെ അടിഭാഗത്തൊരു വാൾവ് തുറന്നിട്ടിട്ട് കക്കൂസ് വേസ്റ്റ് പാടത്തേക്ക് തള്ളുന്നത് കാണുന്നത്. തുടർന്ന് തന്നെ ഈ യുവാക്കൾ ഉടൻ തന്നെ അവരുടെ മൊബൈൽ ഫോൺ ഓണാക്കി ഇവരെ ഇതെന്താണെന്ന് ചോദിക്കാൻ തുനിഞ്ഞതോടുകൂടി തന്നെ ഈ ലോറിയിൽ ഉണ്ടായിരുന്ന ആളുകൾ യുവാക്കളെ തട്ടി മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ മുന്നിലേക്ക് വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്ന യുവാക്കളെ ഇടിച്ചു തെറിപ്പിക്കാൻ തക്ക രീതിയിൽ ഈ വാഹനം ഓടിച്ചു പോവുകയായിരുന്നു. യുവാക്കൾ പിന്നീട് കുറേ സമയം ഇവരെ പിന്തുടർന്നെങ്കിലും വളരെ വേഗത്തിൽ ഓടിച്ച് പിന്നീട് ഇവരുടെ കൺമുന്നിൽ നിന്ന് ഈ വാഹനം അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സാധാരണഗതിയിൽ രാത്രികാലങ്ങളിൽ പല സമയങ്ങളിലും ഇവിടെ ഇങ്ങനെ ഉണ്ടാകാറുണ്ട് എന്നാണ് പറയുന്നത്. ഇത് പുലർച്ചെ സമയമായിരുന്നു. ആ സമയത്ത് സാധാരണഗതിയിൽ ആളുകൾ ഉണ്ടാകാറില്ല. ഇപ്പോൾ ഈ കളി നടക്കുന്നത് കൊണ്ട് അവിടെ ഒരു സമീപത്തൊരു ബിഗ് സ്ക്രീൻ ഉണ്ട്. അവിടെ യുവാക്കൾ